എന്നോട് ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ഷൈൻ ചേട്ടൻ പറഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ലിസബത്തിനോട് ചോദിക്കണം. ലിസബത്തിനോട് 2 വാക്ക് പറഞ്ഞു തുടങ്ങണമെന്ന്. ലിസബത്ത് എന്നെ പറ്റി താഴ്ത്തി. ഇത് നമ്മുടെ ഷൈൻ ചേട്ടനെ പറ്റി എല്ലാരും സാധാരണ പൊക്കിയാണ് സംസാരിക്കുന്നത്. അതെ, ഈ കുറച്ച് താഴ്ത്തി ഒന്ന് പറഞ്ഞു. അതാ ഞാൻ ഇപ്പൊ താഴ്ത്തി പറയേണ്ടത് 3-ാം നില എന്ന് താഴെ പോകാൻ പറ്റിയ ഒരാള് ഷൈൻ ചേട്ടനായിരിക്കും. ഇപ്പൊ താഴ്ത്തി പറഞ്ഞില്ലേ? അതാണ് താഴ്ത്തി പറയാൻ ഉദ്ദേശിച്ചത്. അതെ, ഞാൻ കുറച്ചധികം പ്രതീക്ഷിച്ചു. ഓക്കെ, എനിക്ക് അധികം വേണ്ട, അത് ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? അതിന്റെ അർത്ഥം എന്താ? മനസ്സിലായി എന്താ പറഞ്ഞത്? നാട്ടുകാരൊക്കെ സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞെനിക്ക് പറയാലോ. ഓക്കെ, AJ വർഗീസിന്റെ 3ാമത്തെ അടിപ്പടം. ഇപ്പൊ അടികപ്പിയരെ കൂട്ടമണി, ഉറിയടി, ഇപ്പൊ അടിനാശം വെള്ളപ്പൊക്കം. ഇപ്പൊ നോർമലി ഇപ്പൊ ഞങ്ങൾ ഓണാട്ടുകരയിലൊക്കെ കൂടുതലും പറയും ഇടിനാശം വെള്ളപ്പൊക്കം എന്നാണ് പറയുന്നത്. ഇത് അടി എന്നുള്ള സാധനം വേണം എന്നുള്ളത് കൊണ്ടാണോ അടിനാശം വെള്ളപ്പൊക്കം ആക്കിയത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ അടിനാശം വെള്ളപ്പൊക്കം ആണല്ലേ? പ്രയോഗം ഇടിനാശവും വെള്ളപ്പൊക്കവും അടിനാശം കുറച്ചുകൂടെ പ്രാസവിപ്പിച്ച് ചിലപ്പോ അവിടെ മിന്നലടിച്ചു പറയും. അതെ, മിന്നലി ഇടി, അത് കഴിഞ്ഞ് വെള്ളപ്പൊക്കം, മഴ പെയ്തപ്പോ വെള്ളപ്പൊക്കം. കറക്റ്റ് നോക്കുമ്പോ വെള്ളത്തിന്റെ അവിടെ നമ്മൾ ഇരിക്കണ പൊക്കത്ത്. അതെ, ഞങ്ങളുടെ നാട്ടില് ചിലപ്പോ ചാടിയായിരിക്കും കൂടുതൽ താല്പര്യം. കൊല്ലംകാരിൽ കൊല്ലം കണ്ടവന് ഇല്ല വേണ്ടെന്നാ. ഓണാട്ടുകാരെന്ന് പറയുമ്പോ കൊല്ലം, ആലപ്പുഴ പകുതി ആയിട്ട് വരും. എന്നാലും അവിടെ എന്റെ നാട്ടിലൊക്കെ ഈ പറഞ്ഞ അടിനാശം വെള്ളപ്പൊക്കം എന്നാണ് ഞാൻ കേട്ടുള്ളത്. അടിനാശവും വെള്ളപ്പൊക്കം എന്ന് പറയാറുണ്ട്. പിന്നെ അടിനാശം വെള്ളപ്പൊക്കം ഓരോ പ്രയോഗം ഓരോ സ്ഥലത്ത് ഓരോ രീതിയിൽ. തൊടുപുഴയിൽ എന്താണോ പറയണ? തൊടുപുഴ എന്ത് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അങ്ങനെ അങ്ങനെ പറഞ്ഞിട്ടില്ല. സിന്ധുവിന് മനസ്സിലാവുന്നുണ്ടോ? കുറച്ചൊക്കെ മനസ്സിലാവുന്നുണ്ട് അല്ലെ? ഷൈൻ ചേട്ടന് ആ ഡാൻസിനകത്ത് ഉൾക്കൊണ്ടില്ല, അതായത് പാർട്ടിസിപ്പേറ്റ് ചെയ്യിച്ചില്ല എന്ന് വെച്ച് ഭയങ്കര വിഷമായിരുന്നു. വെരി വറീഡ് അബൌട്ട് ദാറ്റ്. എന്തെങ്കിലും പറഞ്ഞോ അതിനെ പറ്റിയിട്ട്? Today I made him dance nicely, like for like 20 times. He danced really well and he has so much energy. എന്നാലും ലിസബത്തിന്റെ തരത്തില്ല. എന്നാലും ആ വിഷമം അങ്ങ് തീർന്നു ഷൈൻ ചേട്ടാ? തീർന്നില്ല. എന്തുകൊണ്ട് ഡയറക്ടർ സാർ ഞങ്ങളുടെ ഷൈൻ ചേട്ടനെ എന്തുകൊണ്ട് ഒഴിവാക്കി? കന്നിനെ കായം കാണിക്കരുതെന്ന് പറയുന്നു. കന്നെന്ന് വിളിച്ചു. എന്തെങ്കിലും ജാതീയ അതിശയം അല്ല, പോത്ത്, എരുമ, പശു, അവരെ ഇങ്ങനെ വെള്ളം കാണിക്കരുതെന്ന് പറയാറുണ്ട്. മനസ്സിലായി എന്താ പറഞ്ഞത്? പശു വെള്ളം കാണിക്കരുത്, വാട്ടർ നോട്ട് സീ. ഡ്രിങ്ക് ഓൾ. പശുമാട്. Okay. I feel so odd here because I don't understand what you're speaking. I'm sorry. Okay. You can't understand any word in Malayalam. Okay. Korachariya, Karikam Pua. A few bad words. My friends taught me. Bad words tell. Who teach you that? My friends from college. ഷൈൻ ചേട്ടൻ എന്താ പഠിപ്പിച്ചു കൊടുത്തത്? ഞാൻ ഒന്നും പഠിപ്പിച്ചു കൊടുത്തില്ല. Seriously? Seriously? ഷൈൻ ചേട്ടന്റെ അടുത്തൊന്ന് did he teach anything? No. Nothing. ഞാൻ ആരെയും പഠിപ്പിക്കാറൊന്നുമില്ല, എല്ലാവരും എന്നെ പഠിപ്പിക്കാറ്. ഷൈൻ ചേട്ടൻ ഇത്ര കാലത്തിനുള്ളിൽ പഠിച്ചൊരു മെയിൻ കാര്യം എന്തായിരിക്കും? ആരും പറഞ്ഞു കേൾക്കരുത്. ആരും പറയുന്നത് കേൾക്കരുത്. അവരവരെ ജീവിതത്തിൽ പറഞ്ഞ് അനുസരിക്കുക, ബാക്കിയുള്ളവർ അനുസരിക്കാൻ ഒരു കാര്യമില്ലല്ലോ. കാരണം അവര് പറഞ്ഞിട്ടാണോ നമ്മള് ജനിച്ചത്? അല്ല. അവര് പറഞ്ഞിട്ടാണോ നമ്മൾ ഭരിക്കണം? അല്ല. പിന്നെന്തിനാ അവര് പറഞ്ഞു കേൾക്കണം? അതെ, ഒരു പോയിന്റ് ആണ്, അതൊരു പോയിന്റ് ആണ്. അതെ അതെ, സ്വർണ്ണ ലിപികളിൽ എഴുതി വെക്കാവുന്നൊരു, വെള്ളിയിലെങ്കിലും ഇല്ലേ? ആരും പറയണത് കേൾക്കണ്ട എന്ന് പറയുന്നത് വളരെ ആൾക്കാരെ ഉപദ്രവിച്ച് ജീവിക്കുക എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ഓരോരുത്തർക്ക് ജീവിക്കേണ്ട രീതി അവൻ കണ്ടെത്തണം. കണ്ടെത്തേണ്ട സമയമാകുമ്പോ 1 വയസ്സിലെ അങ്ങനെ കണ്ടെത്തണം എന്നല്ല പറഞ്ഞേ, അല്ലേ? അതിനാണ് നമ്മൾ വലുതാവുന്നത്. വലുതായി കഴിഞ്ഞിട്ട് മറ്റൊരു അത് ആയിക്കൂടെ പോകണ്ടോ, അയ്യോ അതിൽ കൂടെ പോകണ്ട, പോയി നോക്കിക്കൂടെ അതിൽ കൂടെ, അല്ലേ? ചന്ദ്രനിൽ പോണ്ട അല്ലെങ്കിൽ കടൽ കടന്ന് പോരുന്നുണ്ട്. കടൽ കടന്ന് പോയില്ലേ നമ്മള്? പോയി. ചന്ദ്രനിലേക്ക് പോയെന്ന് എനിക്കറിയില്ല, അത്രയും വലിയ നമ്മൾ പറയാറില്ല നാട്ടില്. നമ്മുടെ അടിനാശം വെള്ളപ്പൊക്കത്തിലേക്ക് എങ്ങനെ എത്തിയത്? അത് പുള്ളി വിളിച്ച് എന്തുകൊണ്ടാ ഷൈൻ ചേട്ടൻ ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു കാരണം? അത്രയും നല്ല ഒരു അടിനാശം വെള്ളപ്പൊക്കത്തിന്റെ അർത്ഥം എന്താ?
മൊത്തം നശിപ്പിക്കുക. എല്ലാം കൂടി വരിക അല്ലേ? ഇടി വെട്ടിയതിന് അങ്ങനെയുണ്ടാ? അങ്ങനെയല്ല, ഒരു ടോട്ടൽ കയോസ് മൊത്തം കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് കൺട്രോൾ. ക്യാരക്സ് മനസ്സിലായി. Yeah. അപ്പൊ സംഭവം കംപ്ലീറ്റ് കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിൽ ഉണ്ടാവും. അതിനെ അപ്പോഴാണ് പറയുന്നത് അടുത്ത സംഭവം അടിനാശം വെള്ളപ്പൊക്കം എന്നുള്ളത്. അതുമായിട്ട് അങ്ങനത്തെ ഒരു ടോട്ടൽ ഒരു ഫൺ, ഒരു കൂട്ടയാടി, ഒരു ഓട്ടം ചാട്ടം, ഒരു ടോം ആൻഡ് ജെറി ടൈപ്പ്, ഒരു സ്ലാപ്സ്റ്റിക് കോമഡി എന്റർടൈനർ. അതാണ് അടിനാശം വെള്ളപ്പൊക്കം. കോമഡി പടങ്ങളാണോ ഇഷ്ടം ചെറുപ്പം മുതല്? കോമഡി ആണല്ലോ നമുക്ക് ഏറ്റവും നമ്മൾ സെന്റിമെന്റ്സ്, റൊമാൻസ് ഒക്കെ ഇഷ്ടമാണോ? എല്ലാം ഇഷ്ടമാണ്. നമ്മുടെ ഈ പടത്തിൽ കോമഡി മാത്രമേ ഉള്ളൂ അപ്പൊ? അല്ല, ആനയുണ്ട്. ഓക്കെ, ഈ രണ്ട് സാധുക്കളായ രണ്ട് ഏത് സ്ത്രീകളിലേക്ക് സാധുക്കളാ? സാധുക്കളല്ലേ? അതാണ് ഇവിടുത്തെ വിരോധാഭാസം. അല്ലേ? നല്ല എന്താ ഷൈൻ ചേട്ടാ അങ്ങനെ ഇത് നല്ല കുട്ടികളാ. സാധുവും അതിനും വളരെ സാധു, വോയിസിനൊക്കെ പോലെ സാധു, പക്ഷെ ഉദരകാരിയായി. അപ്പൊ സാധുവായില്ലല്ലോ. അപ്പൊ ഇതിനകത്ത് ആരും സാധുക്കളില്ല. ഇതിലാകെ സാധു ഉള്ളത് ഈ പുള്ളിയാ. പക്ഷെ ശരിക്കും പുള്ളിയുടെ സ്വഭാവം പറഞ്ഞപ്പോഴാണ് പൊങ്ങിയല്ലോ കുറച്ചു നേരം. ഒന്ന് പൊങ്ങിട്ട് അപ്പൊ തന്നെ താഴേക്ക് വേണല്ലേ? എനിക്ക് തോന്നുന്നു No, there was a spider on her hand. Fell off. It fell off. It just fell off. ദേ ഇവിടെ ഉണ്ട്. ആദ്യമായിട്ട് ഒരു സ്പൈഡറിനെ കണ്ടിട്ട് പെൺകുട്ടി വളർത്തുന്ന അതെ, ഇപ്പൊ കാലില് വന്നിരിപ്പുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഇവരുടെ കുറെ സംഭവങ്ങളുണ്ട് ഈ പെൺകുട്ടികളുടെ. എന്താ? ഇവര് പൂച്ചേനെ പേടിയില്ല, പട്ടീനെ പേടിയില്ല, ദിനോസറിനെ പേടിയില്ല, ആ. ഈ അനങ്ങാത്ത എട്ടുകാലിനെ കണ്ട ഇല്ലല്ലോ, എന്റെ കയ്യിൽ പല്ലിനെ, ചെറിയ പാറ്റ, ആ, പേടി ഇതൊക്കെ വരും. എന്ത് ചെയ്യാനാണ് നമ്മള്? പക്ഷെ അത് പെട്ടെന്നൊക്കെ ചാടി വരുമ്പോഴേ നമുക്ക് പേടി വരും. അപ്പൊ ഈ പട്ടിയാ? പട്ടീനെ പട്ടി പെട്ടെന്ന് ചാടി വന്നാലും പേടി വരും. അതാണ് അതിന്റെ വിരോധാഭാസം. അല്ലെ, പട്ടീനെ നമുക്ക് ഇങ്ങനെ ഇത്രയും വലിയ സാധനം മേത്തേക്ക് ചാടുമ്പോ പറയാ പേടിക്കണ്ട, അത് പാവാണെന്ന്. എന്നിട്ട് പാറ്റേനെ കണ്ടിട്ട് അയ്യാ. പട്ടീനെ ബിസ്ക്കറ്റ് കൊടുത്താണെങ്കിൽ നമുക്ക് നിലയ്ക്ക് നിർത്താം. പാറ്റേനെ ബിസ്ക്കറ്റ് കൊടുത്താൽ നിലയ്ക്ക് നിൽക്കും. അത് പോയിന്റ്. പാറ്റ എവിടെയാ നിലയ്ക്കന്നെ ഫുൾ ടൈം നിക്കണെന്ന്? അത് നമ്മുടെ അടുത്തേക്ക് കൂടി വരുന്നില്ല, നമ്മളെ കണ്ടിട്ട് ഓടണം. അത് പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എട്ടുകാലി അത് ഇരിക്കുന്നോടത്ത് അനങ്ങില്ല. ഇല്ല, അത് അനങ്ങും. അനങ്ങി എവിടെയൊക്കെ പോകും. ചെറിയ എട്ടുകാലി. നമ്മൾ ചർച്ച അല്ല, അടിനാശം വെള്ളപ്പൊക്കത്തിൽ അങ്ങനെ ഒരു scene ഉണ്ട്. ഇങ്ങനെ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നാൽ ചിലപ്പോ അത് അടിനാശം വെള്ളപ്പൊക്കത്തിൽ അത് കാരണം അവസാനിക്കും. അപ്പൊ ഇന്നത്തെ നമുക്ക് കാലത്ത് കഥകളെ പറ്റി പറയാൻ പറ്റില്ല. ആ. പറ്റുമോ? ഇല്ല. കഥ പറയണോ അങ്ങനെ? വേണ്ട വേണ്ട വേണ്ട. സ്കൂൾ, കോളേജ്. I'm sorry. സോറിയോ? He cracks me up. എന്ത് തെറ്റ് ചെയ്തപ്പോ? ലിസബത്ത് എങ്ങനെയാണ് ഈ അടിനാശം വെള്ളപ്പൊക്കത്തിൽ ഇവരുടെയൊക്കെ കൂടെ സഹിച്ചു പോയതല്ലേ? സഹിച്ചു പോയത്? അയ്യോ, ഫസ്റ്റ് പടം ഷൈൻചേട്ടന്റെ കൂടെ ആയിരുന്നു. റോഷൻ മാത്യുവും ഷൈൻചേട്ടന്റെ കൂടെ ആയിരുന്നു. റോഷൻ മാത്യു ഞാൻ ഓക്കെ. രണ്ടും റോമൻ കത്തോലിക്കരാ. ഇപ്പം അടിനാശത്തില് ഞാൻ ഇവരുടെ കൂടെ എങ്ങനെ സഹിച്ചു എന്നല്ലേ, സഹിക്കേണ്ട ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാരും ഉണ്ടായിരുന്നില്ല, ഇവിടെ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. കോളേജിലാണല്ലോ കുറെ കുട്ടികളൊക്കെ ഉണ്ട്. എനിക്കധികം സീൻ ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ടാന്ന് അറിയില്ല. ഇപ്പൊ അടുത്ത കാലത്തൊക്കെ അങ്ങനെയാ. നമ്മുടെ മൂവി ശരിക്കും എന്താ പറയണേ? പറയുന്ന സിനിമ കഥ, അല്ലാതെ പിന്നെ നാട്ടിലെ കഥ ഒന്നും അറിയില്ല. നാട്ടിലെ കഥയാണ് സിനിമ കഥ എന്ന് പറഞ്ഞ ഒരു കോളേജ്, നമുക്ക് മറൈൻ കോളേജ് കുട്ടിക്കാനത്തൊക്കെ ഉള്ള, അവിടെ എവിടുന്ന് പറഞ്ഞു തുടങ്ങും, അവിടെ കുറച്ച് കുസൃതികളുള്ള പിള്ളേരുണ്ട്. അതെന്താണ്, പിള്ളേരുടെ ചെറുപ്പകാലത്തുള്ള രണ്ടു മൂന്ന് പേര്, ഇവരല്ലേ പ്രശ്നക്കാര്. അവര് ഭയങ്കര നമ്മൾ പറഞ്ഞനുസരിക്കാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും. എന്ത് കാര്യങ്ങള്? ഞാൻ എന്റെ ക്ലൂ ഞാൻ എന്താ ചെയ്യപ്പോ? പറയട്ടെ? പറയണ്ട എത്ര പറഞ്ഞാലും ഇവർ അനുസരിക്കില്ല. അങ്ങനെ കുരുത്തങ്കട്ട മച്ചാനുണ്ട് അതില്. ആരാണ്? ഭയങ്കര വിനീതനായൊരു മച്ചാനാ. പുള്ളിക്ക് സംസാരിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ മനസ്സിലാവുന്നുണ്ട്. You got things? No. The youngsters He's telling the story. The youngsters are curious. They want to explore new things. New things. Yeah. Okay. New things എന്ന് പറഞ്ഞാൽ വീട്ടിലില്ലാത്ത തിങ്സ് അല്ലേ? എല്ലാം പലചരക്ക് കടയിൽ കിട്ടാതാണല്ലേ? കിട്ടത്തില്ലായിരിക്കും അല്ലേ? അതെല്ലാം അവരെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുക അല്ലേ? പറഞ്ഞു കൊടുക്കുക. ഇത് അഫ്ഗാൻ ആയിരിക്കാം, ഇറാൻ ആയിരിക്കാം, ബ്ലാക്ക് ആയിരിക്കാം, വൈറ്റ് ആയിരിക്കാം. പക്ഷെ ഇതിനൊക്കെ ഒരു വേറൊരു ലോകല്ലേ?